ഈ നിറത്തിൻ്റെ പേരിലുള്ള അവഹേളനത്തെ തിരിച്ചറിയാൻ ത്രാണിയുള്ള ആളുകളാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരു ഹർത്താൽ ആഹ്വാനം അവിടെ നടന്നിരിക്കുന്നു. ആ ഹർത്താലിനോട് എങ്ങനെയാണ് ഈ പറയുന്ന സിസ്റ്റം പ്രതികരിച്ചതെന്നുള്ളത് നമ്മൾ നോക്കണം. പോലീസ് എങ്ങനെയാണ് പ്രതികരിച്ചത്, കോടതി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഒന്നാമത് മാധ്യമങ്ങളെ തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ ബോധം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്ന് ആ ഹർത്താൽ തുടങ്ങിയതിന് ശേഷം ഒരൊറ്റ മാധ്യമ സ്ഥാപനത്തിൽ വരുന്ന അതിനെക്കുറിച്ച് വരുന്ന റിപ്പോർട്ടുകളുടെ സ്വഭാവം ഞാൻ പറയാം. ഒരു സ്ഥാപനത്തിലെയാണ് കേട്ടോ. ബാക്കിയുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞാൽ മരിച്ചയാൾ തിരിച്ചു വരുമോ, നീ തിരിച്ചു പോടാ, തിരുവല്ലയിൽ വഴി തടഞ്ഞ് സമരക്കാർ. ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ അവരുടെ വാർത്തയെ അവർ പ്ലേസ് ചെയ്യുന്ന ഒന്ന്. അടുത്തത്, തിരുവല്ലയിൽ ബൈക്ക് യാത്രക്കാരനെ തടഞ്ഞു വെച്ച് അസഭ്യം പറഞ്ഞ് സമരക്കാർ. രണ്ടാമത്തെ വാർത്തയാണ്. ഇനി അടുത്തത്, ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു, വിദ്യാർത്ഥികൾക്ക് VIT പരീക്ഷ എഴുതാനായില്ല. അതിൻ്റെ അടുത്തത്, ഹർത്താലിൽ വലഞ്ഞ് ജനം, തിരുവല്ലയിൽ ക്യാൻസർ രോഗിയെയും വിദ്യാർത്ഥിയെയും തടഞ്ഞു. തിരുവനന്തപുരത്ത് ഹർത്താൽ, ഗതാഗതം സ്തംഭിച്ചു, വലഞ്ഞ് വിദ്യാർത്ഥികളും രോഗികളും. ലുലു അല്ല ആരായാലും അടപ്പിക്കും, ഞങ്ങൾ ഹർത്താലുകാരാണ്, ഞങ്ങളുടെ വഴി തടയരുത്. കോട്ടയത്ത് ലുലുമാട് അടപ്പിക്കാനെത്തിയ ഹർത്താൽ അനുകൂലികളെ പോലീസ് തടഞ്ഞു. ഞങ്ങളുടെ ഭാവി വെച്ചാണ് അവർ കളിച്ചത്, സങ്കടമുണ്ട്. ഇതെല്ലാം പല വാർത്തകളാണ് കേട്ടോ. ഹർത്താലുകാർ വഴി തടഞ്ഞപ്പോൾ നഷ്ടമായത് ഏറെ തയ്യാറെടുത്ത് വന്ന പരീക്ഷ. ഇങ്ങനെ പിന്നെ പോലീസ് നിൽക്കുമ്പോൾ തന്തയ്ക്കും തള്ളയ്ക്കും ഒന്നും ആരും വിളിക്കേണ്ട, പരീക്ഷയ്ക്ക് പോയ വിദ്യാർത്ഥികളെയും ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. ഇത് കേരളത്തിലെ ഒന്നാമത്തെ മാധ്യമ സ്ഥാപനമാണ് ഈ വാർത്തയെല്ലാം കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അഡ്മിറ്റ് ആയിട്ടുള്ളവരെ ഡോക്ടർ നോക്കിക്കോളും, വീട്ടുകാർ നാളെ പോയാൽ മതി, ഓപ്പറേഷൻ ആണെങ്കിൽ പേപ്പർ കാണിക്കുക. തിരുവല്ലയിൽ ആശുപത്രിയിലേക്ക് പോയവരെ തടഞ്ഞ് സമരക്കാർ. ഇന്നലെ ഇറങ്ങിയതായി പൊടിക്കുഞ്ഞുമായിട്ട് വയ്യാത്തതായി കുഞ്ഞിന് ചിന്തിക്കാനുള്ള കഴിവില്ലേ, വഴി തടയില്ലെന്ന് പറഞ്ഞ് രോഗിയായ കുഞ്ഞുമായി ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഇങ്ങനെ ഇത് തീർന്നിട്ടില്ല. ഇതെനിക്കിത് വായിച്ചു തീർക്കാനാണെങ്കിൽ ഇനിയും, അതായത് ഒരു മാധ്യമ സ്ഥാപനം അതിൻ്റെ FB പേജിൽ വരുന്ന തുടർച്ചയായി കൊടുത്തിരിക്കുന്ന വാർത്തകളുടെ എണ്ണം ഞാൻ ഇവിടെ എടുത്ത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതായത് ഒരു എലീറ്റ് സമരത്തോട് സ്വീകരിക്കുന്ന സമീപനമല്ല ഇതിൽ, അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. ഇതിന് സമാന്തരമായി ചേർത്ത് വയ്ക്കാവുന്ന ദളിത് സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ഈ എല്ലാ അർത്ഥത്തിലും ഈ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, തിരുവനന്തപുരത്ത് എല്ലാ സംഘടനകളും, ജാതി മത സംഘടനകളും അവിടെ വലിയ പരിപാടികൾ നടത്തും. ആ വലിയ പരിപാടികൾ ഇപ്പോൾ NSS SNDP ഒക്കെ പരിപാടി നടത്തുന്നത് ശക്തി തെളിയിക്കുകയാണ്, കരുത്ത് തെളിയിച്ചുകൊണ്ട് അവരുടെ പ്രകടനം നടന്നു നഗരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ വാർത്ത വരിക. ഇതിനു മുമ്പ് അനുഭവമുണ്ട്. അതായത് അവിടെ ഒരു ദളിത് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ആ സംസ്ഥാന സമ്മേളനത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ പറഞ്ഞ മട്ടിലാണ്. അവിടെ മുഴുവൻ വഴി തടഞ്ഞ് ആകെ കുഴപ്പമാക്കി നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള മട്ടിലാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മാധ്യമത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ കാലത്ത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാധ്യമങ്ങൾക്ക് ഈ ദളിത് സംഘടനകൾക്ക് ആഹ്വാനം ചെയ്യുന്ന സമരങ്ങളോടുള്ള സമീപനം. ഒരു സംസ്ഥാന സമ്മേളനത്തോട് പോലും സ്വീകരിച്ച സമീപനം നമുക്ക് മുന്നിൽ അന്നുണ്ട്.